റിക്കിയുടെ മരം. ഒരു ദ്വീപിൽ റിക്കി എന്ന പേരുള്ള ഒരു കുട്ടിയുണ്ടായിരുന്നു. മഹാവികൃതിയായിരുന്നു അവൻ. ഒരു ദിവസം അലസമായി നടക്കുമ്പോൾ വഴിയിൽ കിടക്കുന്ന ഒരു മരക്കമ്പ് റിക്കിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. വെറുതെ മരക്കമ്പ് കയ്യിലെടുത്ത് അവൻ നടന്നു. കുറച്ചു ദൂരം സഞ്ചരിച്ചപ്പോൾ ഒരു സ്ഥലത്ത് മരക്കമ്പ് മണ്ണിലൂന്നി കുറച്ച് വെള്ളമൊഴിച്ച് റിക്കി മരക്കൊമ്പിനോടായി ഇങ്ങനെ പറഞ്ഞു: നാളെ ഞാൻ ഇതേ സമയത്ത് ഇവിടെ വരും. അപ്പോഴേക്കും നീ വലിയ ഒരു ചെടിയാകണം. അതും പറഞ്ഞ് റിക്കി അവിടെ നിന്ന് പോയി. പിറ്റേ ദിവസം ആ സമയത്ത് അവൻ അവിടെ വന്നപ്പോൾ കുഴിച്ചിട്ട കമ്പ് ഒരു ചെടിയായി മാറിയിരിക്കുന്നു. അവൻ കാഴ്ച കണ്ട് വിസ്മയിച്ചു നിന്നു. ചെടിയെ തൊട്ട് തഴുകിയതിന് ശേഷം കുറച്ച് വെള്ളമൊഴിത്ത് വീണ്ടും നനച്ചു. പോകാനൊരുങ്ങുമ്പോൾ ചെടിയോടായി റിക്കി പറഞ്ഞു: ഇതുപോലെ ഞാൻ നാളെയും വരും. അപ്പോൾ നീ ഒരു വലിയ മരമായി മാറണം. റിക്കി പോയി. പിറ്റേ ദിവസം വീണ്ടും അവിടെ എത്തി. അവന് സന്തോഷമടക്കാനായില്ല. അവൻ പറഞ്ഞതുപോലെ തന്നെ വലിയ മരമായിരിക്കുന്നു. അവൻ മരത്തിൻ്റെ കൊമ്പുകളിൽ കയറി കുറച്ചു നേരം കളിച്ചു. എന്നിട്ട് നനയ്ക്കാനായി വെള്ളമെടുത്തു വന്നു. നനയ്ക്കുമ്പോൾ മരത്തോടായി റിക്കി പറഞ്ഞു: നാളെയും ഞാൻ വരും. അപ്പോഴേക്കും നീ കാച്ചു നിൽക്കണം. അവൻ അവിടെ നിന്ന് പോയി. പിറ്റേ ദിവസം അവൻ വീണ്ടും വന്നു. മരത്തിൽ നിറയെ ഒരുപാട് കായ്ക്കൾ കാച്ചു നിൽക്കുന്നത് കണ്ട് റിക്കി സ്വയം മറന്നു തുള്ളിച്ചാടി. മരത്തിൽ കയറി ധാരാളം മധുരമുള്ള കായ്ക്കൾ മതിയാവോളം പറിച്ചു തിന്നു. റിക്കി പിന്നെ മരത്തിൻ്റെ ചുവട്ടിൽ ഉറങ്ങുകയും മരത്തോട് സല്ലപിക്കുകയും പഴങ്ങൾ തിന്ന് ജീവിക്കുകയും ചെയ്തു പോന്നു.